ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ഞാൻ ലൈവിൽ വന്നത് ആരെങ്കിലും ഉണ്ടോ? ഒരാളെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ലൈവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കരുതി ശിവപുരാണം പറയാമെന്ന് കരുതി. ഇന്ന് തൊട്ട് ശിവപുരാണം എടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് വന്നത്. ശിവപുരാണം പറഞ്ഞു തരണം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, ഗണപതി ഭഗവാന്റെ ദിവസമാണ്. അപ്പം ഇന്ന് തന്നെ ശിവപുരാണം തുടങ്ങാം എന്ന് കരുതുകയാണ്. അപ്പം ആ ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിക്കാം. ഹരി ഓം. ഓം നമ ശിവായ. അപ്പോൾ ശിവപുരാണം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ മഹത്തായിട്ടുള്ള ഒരു പുരാണമാണ് ശിവപുരാണം, വിഷ്ണു പുരാണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശിവപുരാണം വളരെ ഭക്തിയോടുകൂടി വളരെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്രയും ഭക്തിസാന്ദ്രമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സകല പാപങ്ങളും നശിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നന്മയും ഉണ്ടാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മഹത്തായിട്ടുള്ള ഭഗവാന്റെ ആ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന അത്രയും മഹത്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശിവപുരാണം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും, നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള, ഹിന്ദു ധർമ്മത്തിലുള്ള എല്ലാ വീടുകളിലും എവിടെയാണെങ്കിലും നമുക്ക് ഈ ശിവപുരാണം സൂക്ഷിക്കാവുന്നതാണ്. ശിവപുരാണം വാങ്ങി നമ്മൾ വായിക്കുന്നത്, അതുപോലെ ശിവപുരാണം വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒക്കെ വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറയുന്നത് മൃത്യുഞ്ജയനാണ്. നമുക്ക് ആയുസ്, ആരോഗ്യം ഒക്കെ തരുന്നത്, ആയുസ് തരുന്നത് ആ മൃത്യുഞ്ജയനായ ശിവഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ശിവപുരാണം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അത്രയ്ക്ക് മഹത്വമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശിവപുരാണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആദ്യമേ നാരായണീയം, ഗണപതി പുരാണം, അതുപോലെ ദേവി മഹാത്മ്യം, പിന്നീട് സൗന്ദര്യലഹരി എല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു ക്ലാസ്. ഇനി അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തത് ശിവഭഗവാന്റെ ശിവപുരാണം പാരായണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഇത് സെന്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുകയാണ്. അപ്പം ഞാനത് വായിച്ചായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധയോടെ കേൾക്കുക. ഓം നമ ശിവായ. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ശാരദാംബായൈ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം നമഃ ശിവായ. ഓം വിശ്വോദ്ഭവ സ്ഥിതിലയാദിഷു ഹേതുമേകം ഗൗരീപതിം വിദിതത്വമനന്തകീർത്തിം മായാശ്രയം വിഗതമായമചിന്യരൂപം ബോധസ്വരൂപമമലം ഹി ശിവം നമാമി. വിശ്വത്തിന്റെ സൃഷ്ടി, സ്ഥിതി, ലയം എന്നിവയുടെ എല്ലാം കാരണമായി വർത്തിക്കുന്നവനും അദ്വയ പരബ്രഹ്മമായിരിക്കുന്നവനും ഗൗരീദേവിയുടെ പതിയും തത്വങ്ങളെല്ലാം നല്ലതുപോലെ അറിയുന്നവനും അന്തമില്ലാത്ത കീർത്തിയോട് മാഹാത്മ്യത്തോടു കൂടിയവനും മായയ്ക്ക് ആശ്രയമായിരിക്കുന്നവനും എന്നാൽ മായയിൽ നിന്ന് മുക്തനായിരിക്കുന്നവനും സച്ചിദാനന്ദ ബോധ സ്വരൂപനും പരമപവിത്രനുമായ ശിവനെ ഞാൻ പ്രണമിക്കുന്നു. ശിവപുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങളാണ്, കൈലാസനാഥന്റെ കാര്യങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ഒരു ശിവപുരാണം വായിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. രാമായണവും വായിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാമായണവും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ ശിവപുരാണം വായിച്ചു തുടങ്ങാം. 1. പ്രപഞ്ചോൽപത്തിയും ശിവമാഹാത്മ്യവും. ഓം
അനാദികാലത്ത് അന്ധകാരത്തിന്റെ അഗാധഗർത്തത്തിൽ ആണ്ടുകിടന്നിരുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യം അനാവരണം ചെയ്യാൻ പ്രേരക ശക്തിയായി വർത്തിച്ചിരുന്ന അഭൗമവും അനിർവചനീയവും അലംഘനീയവുമായ പരബ്രഹ്മ ചൈതന്യത്തിന്റെ വിശേഷത്തിന്റെ അകക്കാമ്പ് കണ്ടറിയാൻ പോന്ന പ്രണവ മന്ത്രം. അപ്പം ഓംകാര മന്ത്രത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അനാദികാലത്ത് അന്ധകാരത്തിന്റെ അഗാധഗർത്തത്തിൽ ആണ്ടുകിടന്നിരുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യം അനാവരണം ചെയ്യാൻ പ്രേരക ശക്തിയായി വർത്തിച്ചിരുന്ന അഭൗമവും അനിർവചനീയവും അലംഘനീയവുമായ പരബ്രഹ്മ ചൈതന്യ വിശേഷത്തിന്റെ അകക്കാമ്പ് കണ്ടറിയാൻ പോന്ന പ്രണവ മന്ത്രമാണ് ഓംകാരം. അതായത് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെയധികം ഇരുട്ട് ബാധിച്ചു കിടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഓംകാര മന്ത്രം, ഈ പ്രണവ മന്ത്രം ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമുള്ള മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള മന്ത്രം ഓം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഓംകാരം നമ്മളെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. കൂരിരുട്ടിന്റെ വന്യതയിൽ സൂര്യചന്ദ്രന്മാരും അഗ്നിയും വായുവും ഭൂമിയും ജലവും ഉണ്ടായിരുന്നില്ല. ശൂന്യത മാത്രമായിരുന്നു എവിടെയും. അക്കാലത്ത് പരബ്രഹ്മം അഥവാ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്ത എന്നത് സങ്കല്പ സീമകൾക്കും അപ്പുറത്തുള്ള ഒരവസ്ഥയായിരുന്നു. അനന്തവും അനിർവചനീയവുമായ പരമാനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തവും പരമജ്യോതി സ്വരൂപവും സത്യത്തിലും സനാതന ധർമ്മ വ്യവസ്ഥയിലും അധിഷ്ഠിതവുമായിരുന്ന ആ സച്ചിദാനന്ദ ബ്രഹ്മം, നിരാകാരമായ ആ പരബ്രഹ്മ ജ്യോതിസ് സാകാരമായി രൂപം കൈക്കൊള്ളാനുള്ള നിശ്ചയം ചെയ്തു. അങ്ങനെ ആ സത്ത ഒരു ജ്യോതിർലിംഗമായി രൂപം കൈവരിച്ചു. പ്രസ്തുത ലിംഗം സഹസ്രകോടി അക്രപ്രഭയ്ക്കു തുല്യം പ്രജ്വലിക്കപ്പെട്ടു. അവയെ ബ്രഹ്മാണ്ഡം എന്ന സവിശേഷ നാമത്താൽ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. പ്രപഞ്ചോത്ഭവത്തിന്റെ മൂലമായ ഈശ്വരസ്ഥാനമായിരുന്നു ആ ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ഡം പിളരുകയും അങ്ങനെ അതിൽ നിന്നും അനന്തകോടി ആദിത്യ ദേവന്മാരുടെ പ്രഭ ഒരുമിച്ച് സമ്മേളിച്ച പോലെ വിരാട് പുരുഷൻ ഉത്ഭവിക്കുകയും ചെയ്തു. പരബ്രഹ്മം ആകാരം സ്വീകരിച്ച അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തുവും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോ പ്രപഞ്ചം വളരെയധികം ഇരുട്ടിൽ മുങ്ങപ്പെട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ജ്യോതിസുകൾ ഒന്നിച്ചുകൊണ്ടാണ് അങ്ങനെ പലതരത്തിലുള്ള ആദിത്യ ദേവന്മാരുടെയും അനന്തകോടി ആദിത്യ ദേവന്മാരുടെയും പ്രഭ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ടാണ് ഒരു ജ്യോതിസ് രൂപപ്പെടുന്നത്. ആ ജ്യോതിസിൽ നിന്നാണ് പരബ്രഹ്മം എന്ന് പറയുന്ന ആകാരം ഉണ്ടായത്. അങ്ങനെ ആ പരബ്രഹ്മ സ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ വിരാട് പുരുഷന്റെ മഹത്വങ്ങൾ വർണ്ണിക്കുവാൻ വാക്കുകൾക്കാവില്ല. സർവവ്യാപിയായ സർവേശ്വരൻ സർവ്വദിക്കുകളെയും തന്റെ ആകാരത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. ജീവജാലങ്ങളുടെ ഭാവത്തിന് മുൻപ് ബ്രഹ്മചൈതന്യം വിരാട് പുരുഷനായി മാറിയപ്പോൾ അന്ധകാരം അകലുകയും പ്രകാശത്തിന്റെ തേജസ് എങ്ങും വ്യാപിക്കുകയും ചെയ്തു. എങ്കിലും ആ ജഗതീശ്വരനെ ദർശിക്കാൻ മറ്റ് ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഈശ്വരനെ പൂർണ്ണ രൂപത്തിൽ ദർശിക്കുക എന്നത് തത്വജ്ഞാനിയും ക്രാന്തദർശിനിയുമായ ഒരു ആചാര്യന് പോലും തന്റെ ചിന്താമണ്ഡലത്തിന്റെ പരിധിക്കുള്ളിൽ തളച്ചിടാവുന്ന ഒരു സംഗതിയുമല്ല. ആ വിരാട് പുരുഷൻ വാചാമഗോചരമായ തന്റെ ദിവ്യപ്രഭ ചൊരിഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ അങ്ങനെ കഴിയവേ സൃഷ്ടിക്കുള്ള കാലം സമാഗതമാകാൻ തക്ക അവസരമൊരുക്കി. തന്റെ ഉള്ളിൽ നിന്നും സങ്കല്പമാത്രത്താൽ അനേകം ജീവികൾ ഉണ്ടാകണമെന്ന് നിശ്ചയം ചെയ്തു. അങ്ങനെ ആ വിരാട് പുരുഷൻ തന്റെ ശക്തിവിശേഷത്താൽ ലീലകൾ ആടാനൊരുങ്ങി. തനിക്ക് ഉത്തമമായ ഒരു രൂപം കൈവരിക്കേണ്ടതുണ്ടെന്ന വിചാരധാരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അഷ്ടൈശ്വര്യങ്ങളോടുകൂടിയും ശുഭരൂപത്തോടുകൂടിയും ആരാധനാമൂർത്തിയുമായ പരബ്രഹ്മം അദ്വിതീയവും അനാദിയും വർണ്ണനാതീതവുമായ ഒരു മൂർത്തിഭാവം പ്രകടമാക്കി. അതാണ് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപമായ ത്രൈലോക്യനാഥനായ ഭഗവാൻ സദാശിവൻ. എന്നാൽ സൃഷ്ടികർമ്മങ്ങൾ നടത്താൻ പോകുന്ന ശക്തിവിശേഷം ഉൾക്കൊള്ളുന്ന ഒരാളെ കൂടി തന്റെ നിശ്ചയത്താൽ സൃഷ്ടിക്കുന്നത് ലോകപരിപാലനത്തിന് ഗുണകരമായി ഭവിക്കും എന്നറിഞ്ഞ പരബ്രഹ്മം സ്വനിശ്ചയത്താൽ പരാശക്തിയായും രൂപം കൈക്കൊണ്ടു. അപ്പോ ഭഗവാന്റെ ആ ഉൽപ്പത്തിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തില് ഇരുട്ട് മൂടി കിടന്നിരുന്നപ്പോൾ അവിടെ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഒരു പരബ്രഹ്മം ഉണ്ടായി.
ആ വിരാട് പുരുഷൻ പിന്നീട് ലീലകൾ ആടാൻ വേണ്ടിയിട്ട് തനിക്ക് ഈ ഭൂമിയിൽ ലീലകൾ ആടി, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ലീലകൾ ആടാൻ വേണ്ടിയിട്ട് ഒരു രൂപം സ്വീകരിച്ചു. ആ രൂപമാണ് സദാശിവൻ എന്ന് പറയുന്നത്, പരമശിവൻ. അപ്പോൾ പരമശിവനിൽ നിന്ന് തന്നെ പരമശിവൻ ഒരു രൂപം, മറ്റൊരു ആദി പരാശക്തി രൂപം സ്വീകരിച്ചു. അതാണ് ദേവി എന്ന് പറയുന്നത്, ആ പരാശക്തി എന്ന് പറയുന്നത്. അതായത് ശിവഭഗവാനിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണ് ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ദേവിയും ശിവനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള സത്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ രാധാകൃഷ്ണന്മാര് രണ്ടല്ല ഒന്നാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി നാരായണന്മാരും രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ആ രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ തത്വം നമ്മളിവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ശിവഭഗവാനിൽ നിന്ന് തന്നെയാണ് ആദിപരാശക്തിയായി പാർവതി ദേവിയും രൂപം പ്രാപിച്ചത്. സൃഷ്ടിക്ക് നിദാനമായി തീരേണ്ട സാഹചര്യങ്ങൾ കാലേ കൂട്ടി ഒരുക്കുക എന്നുള്ളത് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകതകളാണ്. ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് മൂലതത്വമായി വർത്തിക്കുന്ന പ്രധാന പ്രേരക ശക്തി പരബ്രഹ്മമാണെങ്കിലും ആ മഹാജ്യോതിസിന്റെ നിശ്ചയത്താൽ ആകാരം പൂണ്ട സദാശിവ ഭഗവാനും ആദിപരാശക്തിയും ഭാര്യാഭർത്തൃഭാവത്തിൽ ആനന്ദാതിരേകത്തോടെ ലീലകൾ ആടുന്ന വേളയിൽ ഒരു സൃഷ്ടിക്ക് മുതിരുകയും അങ്ങനെ പരാശക്തിയോടൊപ്പം ഭഗവാൻ സ്വന്തം ശരീരത്തിന്റെ 10 അവയവങ്ങളിലും പീയൂഷം പുരട്ടുകയും അതിന്റെ ഫലമെന്നോണം ഭഗവാന്റെ വാമഭാഗത്തു നിന്നും അത്ഭുത പുരുഷൻ രൂപമെടുക്കുകയും ചെയ്തു. അളവറ്റ സൗന്ദര്യത്തിന്റെയും ആകർഷണത്തിന്റെയും ധാമമായിരുന്ന ആ ദിവ്യ പുരുഷൻ നഗരജ്ഞ ചകിതമായ കിരീടം ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആകാരകാന്തി ഇന്ദ്രനീലത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു. കനകനിർമ്മിതമായ പീതാംബരം ധരിച്ചിരുന്നതിനാൽ അദ്ദേഹം പ്രശോഭിതനായി കാണപ്പെട്ടു. ബലിഷ്ഠമായ ഭുജങ്ങളോട് കൂടിയവനും പത്മതല സാദൃശ്യമുള്ള നയനങ്ങളോട് കൂടിയവനുമായിരുന്ന സർവേശ്വരന്റെ പ്രഭാവവും സാന്നിധ്യവും വിശ്വമാകമാനം നിറഞ്ഞിരുന്നതിനാൽ വിഷ്ണു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. അപ്പോ ഭഗവാൻ പരമേശ്വരനും പാർവതീദേവിയും കൂടി ലീലകൾ ആടുന്ന സമയത്ത് ആ വേളയിൽ ഭഗവാൻ ഒരു സൃഷ്ടിക്ക് മുതിരുകയാണ്. അതായത് സ്ഥിതികാരകനായിട്ട് വിഷ്ണു ഭഗവാനെയാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്. അതായത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന്, അതായത് പരമശിവന്റെ ശരീരത്തിൽ നിന്ന് 10 അവയവങ്ങളിലും പീയൂഷം പുരട്ടുകയും അതിന്റെ ഫലമെന്നോണം ഭഗവാന്റെ വാമഭാഗത്ത് നിന്നും ഒരു അത്ഭുത പുരുഷൻ രൂപമെടുക്കുകയും ചെയ്തു. ആ അത്ഭുത പുരുഷൻ എന്ന് പറയുന്നത് അളവറ്റ സൗന്ദര്യത്തിന്റെയും ആകർഷണീയത്തിന്റെയും ധാമമായിരുന്ന ആ ദിവ്യ പുരുഷൻ. അത്രയ്ക്കും സൗന്ദര്യവും അത്രയ്ക്കും ആകർഷണീയതയുമുള്ള ഒരു പുരുഷനായിരുന്നു ആ ദിവ്യ പുരുഷൻ എന്ന് പറയുന്നത്. നവരത്നചിതമായ കിരീടം ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആകാരകാന്തി ഇന്ദ്രനീലത്തെ വെല്ലുന്ന തരത്തിലായിരുന്നു. കനകനിർമ്മിതമായ പീതാംബരം ധരിച്ചിരുന്നതിനാൽ അദ്ദേഹം പ്രശോഭിതനായി കാണപ്പെട്ടു. അപ്പം നവരത്നചിതമായ കിരീടമാണ് ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആകാരകാന്തി എന്ന് പറയുന്നത് ഇന്ദ്രനീലത്തെ വെല്ലുന്നതായിരുന്നു. അതുപോലെ കനകനിർമ്മിതമായിട്ടുള്ള പീതാംബരം, ആ മഞ്ഞ പീതാംബരമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അങ്ങനെ കാണപ്പെട്ടു. ബലിഷ്ഠമായ ഭുജങ്ങളോട് കൂടിയവനും പത്മതല സാദൃശ്യമുള്ള നയനങ്ങളോട് കൂടിയവനും ആയിരുന്നു. സർവേശ്വരന്റെ പ്രഭാവവും സാന്നിധ്യവും വിശ്വമാകമാനം നിറഞ്ഞിരുന്നതിനാൽ വിഷ്ണു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു. അങ്ങനെ വിഷ്ണു ഉണ്ടാവുകയാണ്. വിഷ്ണു എന്ന നാമധേയത്തിലാണ് അറിയപ്പെട്ടത്. സൃഷ്ടിയുടെ ആരംഭത്തോടെ ശക്തിരൂപിണിയായ പ്രകൃതി വിഷ്ണുവിൽ പ്രവേശിച്ചു. അങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തോടെ ശക്തിരൂപിണിയായ ദേവി പ്രകൃതി എന്ത് ചെയ്യുകയാണ്? വിഷ്ണുവില് പ്രവേശിക്കുകയാണ്. തൽഫലമായി അഹങ്കാരം ഉത്ഭവിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അഹങ്കാരം ഉത്ഭവിക്കുന്നത്. തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ അഹങ്കാരത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായതെന്നും അതിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടായി. അപ്പോ അഹങ്കാരമായിട്ടുള്ള ആ തമോ ഗുണത്തിന് അധിഷ്ഠിതമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നാണ് ആകാശമുണ്ടായത്. ആ ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടാവുകയാണ്. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ചൈതന്യവുമായി ലയിക്കുകയും അവയിൽ നിന്നും ആദിനാരായണൻ അഥവാ വിഷ്ണു ജന്മം കൊള്ളുകയും ചെയ്തു. വിഷ്ണു തന്റെ വീര്യത്തെ ജലത്തോട് ചേർക്കുകയും അതിൽ നിന്നുണ്ടായ വീര്യത്തെ ജീവൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു.
അങ്ങനെ അതിൽ നിന്ന് വിഷ്ണു ഉണ്ടാവുകയും അങ്ങനെ വിഷ്ണു തൻ്റെ വീര്യത്തെ ജലത്തോട് ചേർക്കുകയും അങ്ങനെ അതിൽ നിന്നുണ്ടായ വീര്യത്തെ ജീവൻ എന്നറിയപ്പെടുകയും ചെയ്ത. അങ്ങനെ ആ വിഷ്ണു ഭഗവാൻ തൻ്റെ ജീവനെ ആ ജലത്തോട് ചേർക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ വീര്യത്തെയാണ് ജീവൻ, നമ്മുടെയൊക്കെ ജീവൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്ഥിതികാരകൻ അതാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവനാണ്. അത് മനസ്സിലാക്കി തരാനാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു ഭഗവാൻ അനേക കാലം കഠിന തപസ്സിൽ ഏർപ്പെട്ടു. അങ്ങനെ വിഷ്ണു ഭഗവാൻ അനേക കാലം കഠിന തപസ്സിൽ ഏർപ്പെടുകയാണ്. ഘോര തപസ്സിന്റെ കാഠിന്യത്താൽ ഉണ്ടായ ജലധാര ആകാശമാകെ വ്യാപിച്ചു. പിന്നെയും കുറെ കാലം അദ്ദേഹം നരത്തിൽ ശയിച്ചതിനാൽ നാരായണൻ എന്ന പേരിൽ പുകൾപ്പെട്ടു. അങ്ങനെ ആ നരത്തിൽ, അതായത് ആ ജലത്തിൽ ശയിച്ചത് കൊണ്ടാണ് നാരായണൻ എന്നുള്ള പേര് പുകൾപ്പെട്ടത്, പേരില് നാരായണനെ അറിയപ്പെടുന്നത്. അക്കാലത്ത് അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു ജീവിയും ജന്മമുണ്ടായിരുന്നില്ല. സുദീർഘകാലം ജലത്തിൽ ശയിച്ചിരുന്ന കാലത്ത് ശ്രീ ഭഗവാന്റെ നാഭിയിൽ നിന്നും അത്യുത്തമവും വലിപ്പമേറിയതും അനേകം ദളങ്ങളോട് കൂടിയതും അതീവ പ്രകാശത്തോട് കൂടിയതും മായ ഒരു കമലം ആവിർഭവിച്ചു. അപ്പൊ ആ സമയത്ത് അവിടെ മറ്റുള്ള ഒരു ജീവജാലങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറെ നാൾ തപസ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരപ്പൂവ് ഉത്ഭവിക്കുകയാണ്. അതീവ പ്രകാശത്തോടു കൂടിയ ഒരു കമലം ആവിർഭവിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ദേവന്മാരുടെയും ദേവനായ മഹേശ്വരൻ തന്റെ വാമഭാഗത്തു നിന്നും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും തന്റെ മായാശക്തിയാൽ മോഹിപ്പിച്ച് ശ്രീനാരായണന്റെ നാഭി പത്മത്തിൽ ഇരുത്തുകയും ചെയ്തു. അങ്ങനെ ആ നാഭി പത്മത്തില് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് അവിടെ ഭഗവാൻ നാഭി പത്മത്തില് ബ്രഹ്മാവിനെ ഇരുത്തുകയാണ്. തന്റെ കർത്തവ്യം എന്തെന്നറിയാതെ വിസ്മയഭരിതനായി തീർന്ന ബ്രഹ്മാവിന്റെ കർണങ്ങൾ ശ്രവിക്കാൻ കഴിഞ്ഞത് തപഹ എന്ന അശരീരിയായിരുന്നു. ദീർഘകാലത്തെ തപസ്സിന്റെ ഫലമായി ബ്രഹ്മാവിന് മായയിൽ നിന്നും മുക്തനാകാൻ കഴിഞ്ഞു. അങ്ങനെ മായയിൽ നിന്നാണല്ലോ ആ ബ്രഹ്മാവ് ഉത്ഭവിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിന് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, താൻ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്, ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് ബ്രഹ്മാവ് എന്ത് ചെയ്യുകയാണ്, തപസ് ചെയ്യുകയാണ്. അങ്ങനെ തപ എന്ന് പറഞ്ഞിട്ടുള്ള ആ തപശക്തിയിൽ കൂടെ അങ്ങനെ ആ മായ നീങ്ങുകയാണ്. പൂർണ്ണമായ പരബ്രഹ്മത്വവും ആത്മപ്രകാശനവും അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മാവ് ശ്രീനാരായണന്റെ കൽപ്പന പ്രകാരം സൃഷ്ടികർമ്മം ആരംഭിക്കുകയും അതോടെ പ്രപഞ്ചത്തിൽ ജീവന്റെ സ്പന്ദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ആത്മപ്രകാശം അനുഭവിച്ചറിഞ്ഞ ബ്രഹ്മാവ് ശ്രീനാരായണന്റെ കൽപ്പന പ്രകാരം സൃഷ്ടികർമ്മം ആരംഭിക്കുകയും അങ്ങനെ പ്രപഞ്ചത്തില് ജീവന്റെ സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ സസ്യലതാദികളും അതുപോലെ പക്ഷികളും മനുഷ്യന്മാര് എല്ലാം ഉണ്ടാവുകയാണ്. 18 പുരാണങ്ങളിൽ അത്യുത്തമ സ്ഥാനം അലങ്കരിക്കുന്ന 4ാമത്തെ പുരാണമാണ് ശിവപുരാണം. സാക്ഷാൽ പരബ്രഹ്മം ശ്രീ പരമേശ്വരനാകയാൽ അദ്ദേഹത്തിന്റെ തിരുനാവിനാൽ മൊഴിയപ്പെട്ട പ്രപഞ്ച തത്വങ്ങൾ വിടർന്നു വിലസുന്ന പുരാണമായതിനാലാണ് ഇത് ശിവപുരാണം എന്ന പേരിൽ പ്രസിദ്ധമായത്. സമ്പൂർണ്ണ ധർമ്മസംഹിതയും സത്യത്തിന്റെ കാതൽ കണ്ടെത്തി മാനവകുലത്തെ മോക്ഷപദത്തിന്റെ പരമോന്നത സ്ഥാനത്ത് എത്തിക്കുവാൻ പര്യാപ്തവുമായ ഭക്തിവർദ്ധകമായ ഈ ഭഗവത് വചനങ്ങൾ ദിവ്യാമൃതം പോലെ അനുഭവിക്കാവുന്നതാണ്. വർണ്ണങ്ങൾക്ക് അലങ്കാരമാകും വിധം അഭൗമ തേജസ് വഴിയുന്ന ദിവ്യവചനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ പുരാണം കാലസർപ്പത്തിന്റെ മായിക വലയത്തിൽ നിന്നും മോചനം നേടാൻ വിശേഷപ്പെട്ടവയാണ്. ഈ കലിയുഗത്തിൽ ജന്മമെടുക്കുന്നവർ ഭൂരിഭാഗവും ആസുരീഭാവത്തോടു കൂടിയവരായതിനാൽ അവർക്ക് ശുദ്ധീഭാവം കൈവരിക്കുവാനുള്ള ശ്രേഷ്ഠമായ ഉപായം ശിവപുരാണ പാരായണവും ശ്രവണവുമാണ്. പാപികൾക്കും ദുഷ്ടന്മാർക്കും കാമക്രോധാദി വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ അധമ ജീവന്മാർക്കും ശുദ്ധി ഭവിക്കുവാനും നിഷ്കാമ ഭക്തിയിലൂടെ വിജ്ഞാനോദയത്തിന്റെ വിശേഷ ഭാവത്തിൽ എത്തിച്ചേരുവാനും ശിവപുരാണമല്ലാതെ മറ്റൊന്നും ശാശ്വത പരിഹാരമാകുന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് നമുക്ക് ഈ കലിയുഗത്തിൽ ജന്മമെടുക്കുന്നവര് ഭൂരിഭാഗവും ആസുരിക പ്രവണതയുള്ളവരാണ് അല്ലെ. ഒരുപാട് ദേഷ്യപ്പെടുന്നവര്, ആസുരികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആസുരിക സ്വഭാവമുള്ളവരാണ് കൂടുതലും. അങ്ങനെയുള്ളവർക്ക്
വികാരങ്ങൾക്ക് അടിമപ്പെട്ടവരായവരാണെങ്കിലും അധമ ജീവന്മാരായവരാണെങ്കിലും അവർക്ക് ശുദ്ധി ഭവിക്കുവാനും നിഷ്കാമ ഭക്തിയിലൂടെ വിജ്ഞാനോദയത്തിന്റെ വിശേഷ ഭാവത്തിൽ എത്തിച്ചേരുവാനും ഈ ശിവപുരാണമല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല, മറ്റൊരു പുരാണവും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. കൽമഷം നിറഞ്ഞ ഈ കലിയുഗത്തിൽ മൂർത്തീകരിച്ച ശിവഭക്തി അല്ലാതെ മറ്റെന്തെങ്കിലും ജീവന്മാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷുദ്രജീവികളുടെ ഉദരത്തിൽ അടുത്ത ജന്മത്തിൽ പിറവിയെടുക്കുന്നതിന് കാരണമായി തീരുമെന്നാണ് നാം വിവേകത്തോടെ ചിന്തിച്ചറിയേണ്ടത്. അതുകൊണ്ട് പ്രേമാധിക്യത്തോടെ ഈ പാവന ഗ്രന്ഥം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരു മാനവനും ഭക്തിയുടെ പരമമായ ആനന്ദസാഗരത്തിൽ നീന്തി തുടിക്കുവാൻ കഴിയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ വിധിപ്രകാരം അനുഭവിക്കുവാനും അതിലൂടെ അനായാസം മുക്തിയുടെ മാർഗം തുറന്നു കിട്ടുവാനും ശിവപുരാണം ഗ്രഹിക്കുന്നതിലൂടെ മാനവന് കഴിയുന്നു. സർവവ്യാപിയായ വായുദേവനാണ് ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചതെന്നാണ് ഋഷിമതം. ഇക്കാരണത്താലാണ് ഈ പാവന കൃതിക്ക് വായുപുരാണം എന്നും വിളിച്ചിരുന്നതായി തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് വായുദേവനാണ് ഈ ശിവപുരാണം എല്ലായിടത്തും പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ശിവപുരാണത്തിന്റെ മറ്റൊരു പേരാണ് വായുപുരാണം എന്ന് പറയുന്നത്. ഈ മഹത് ഗ്രന്ഥത്തിൽ നിന്നും 63,000 ശ്ലോകങ്ങൾ വായു ഭഗവാൻ ശിവലോകത്ത് പ്രചരിപ്പിച്ചിരുന്നതായും സൂചനയുണ്ട്. 24,000 ശ്ലോകങ്ങളാണ് അദ്ദേഹം ഭൂമിയിൽ മാനവകുലത്തിനായി പ്രദാനം ചെയ്തത്. വ്യാസ മഹർഷിയാണ് ശിവപുരാണം സംശ്ലേഷിച്ചത്. 7 സംഹിതകളിലായിട്ടാണ് അദ്ദേഹം ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. 7ാമത്തെ സംഹിതയിൽ 2 ഖണ്ഡങ്ങളാണുള്ളത്, പൂർവഭാഗവും ഉത്തരഭാഗവും. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഋഷികൾ നൈവിശാരണ്യത്തിൽ സത്രം നടത്തുന്ന വേളയിൽ വായു ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളുന്നതും ശിവമാഹാത്മ്യം വർണ്ണിക്കുന്നതും പൂർവഖണ്ഡത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഉപമന്യു സമ്മേളനവും വായുദേവന്റെ ഉപദേശവും ശിവസേനയുടെ മാഹാത്മ്യവും പഞ്ചാക്ഷര മന്ത്ര ജപത്തിലൂടെ ലഭിക്കുന്ന സവിശേഷ ഗുണങ്ങളുമാണ് ഉത്തരഖണ്ഡത്തിൽ അനാവരണം ചെയ്യുന്നത്. അപ്പം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ഋഷികൾ നൈമിഷാരണ്യത്തിൽ സത്രം നടത്തുന്ന വേളയിൽ വായു ഭഗവാൻ അവിടേക്ക് ചെല്ലുകയും അങ്ങനെ ശിവമാഹാത്മ്യം വർണ്ണിക്കുകയും പൂർവഖണ്ഡത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാനും ഉപമന്യുവും സമ്മേളനം ചെയ്യുമ്പോൾ വായു ഭഗവാന്റെ ഉപദേശവും ശിവസേനയുടെ മാഹാത്മ്യവും പഞ്ചാക്ഷര മന്ത്ര ജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സവിശേഷ ഗുണങ്ങളുമാണ് ഉത്തരഖണ്ഡത്തില് അനാവരണം ചെയ്യുന്നത്. അപ്പൊ പരമ വൈഷ്ണവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. ആദ്യത്തെ വൈഷ്ണവനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മഹത്വമുള്ള ആ ഭഗവാനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. സംഹാരകാരകനാണ്, എന്നാൽ തന്നെയും മംഗളകാരകനുമാണ്. സൃഷ്ടി ബ്രഹ്മാവാണെന്നുണ്ടെങ്കിൽ സ്ഥിതി വിഷ്ണു ഭഗവാനും അതുപോലെ സംഹാരമൂർത്തി എന്ന് പറയുന്നത് ശിവഭഗവാനുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും മറ്റു പുരാണങ്ങൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ശിവപുരാണവും വായിക്കേണ്ടത് അത്യുത്തമമാണ്. കാരണം ശിവപുരാണം വായിക്കുന്നതിലൂടെ ഒരു മാനവകുലത്തിലുള്ള ഒരു മനുഷ്യന്റെ പാപങ്ങളാണ് നശിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ഭക്തിയിലേക്ക് കൂടുതൽ ഉയരാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും. പരബ്രഹ്മ നിശ്ചയത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ രുദ്രൻ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഇക്കാരണത്താൽ രുദ്രന്റെ വംശചരിത്രത്തെയും അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെയും കുറിച്ച് വർണ്ണിക്കാൻ അതിസമർത്ഥനും ദീർഘദൃഷ്ടിയുള്ളവനും ആണെങ്കിൽ പോലും സാധ്യമല്ല തന്നെ. ഈശാനം, തൽപുരുഷം, അഘോരം, വാമദേവം, തദ്യോജാനം എന്നിങ്ങനെയുള്ള പഞ്ചരൂപനാണ് പരമശിവൻ. മോക്ഷാർത്ഥികളോടുള്ള കാരുണ്യാതിരകത്താൽ അദ്ദേഹം സംസാരമാകുന്ന ശ്മശാനത്തിൽ സദാ വിഹരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിഭൂതി ലേപനം ഐശ്വര്യപ്രധാനമായിട്ടാണ് ഭക്തർ കാണുന്നത്. ശിവന്റെ വാഹനമായ കാള ധർമ്മം മൂർത്തീകരിച്ച ഭാവത്തെയാണ് പ്രകടമാക്കുന്നത്. ആഭരണങ്ങളായി ധരിച്ചിരിക്കുന്ന സർപ്പങ്ങൾ കാമക്രോധാദി ദോഷങ്ങളെ അടക്കി തന്റെ ഭൂഷണമാക്കി തീർത്തിരിക്കുന്നതിന്റെ ലക്ഷണമാണ്. ജടകൾ വിവിധ തരത്തിലുള്ള കർമ്മങ്ങളുടെ പ്രത്യക്ഷമായ തെളിവുകളാണ്.
അപ്പോ ഭഗവാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ മോക്ഷം നേടണമെന്നുള്ള ആഗ്രഹമുണ്ട് അല്ലെ? അപ്പോ ഒരുപാട് ജീവനുകൾ, ഒരുപാട് പേര് ഇപ്പോഴും മോക്ഷത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശിവഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മോക്ഷാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ സദാ ഈ ഭൂമിയിലെ ശ്മശാനത്തിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആ മോക്ഷാർത്ഥികളോടുള്ള കാരുണ്യാതിരേകത്താലാണ്, അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ ഇപ്പോഴും ഈ ഭൂമിയിൽ വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ കൈലാസത്തിലും ശ്മശാനത്തിലും ഭഗവാൻ വസിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ വാഹനമായ കാള എന്ന് പറയുന്നത് ധർമ്മം മൂർത്തീകരിച്ച ഭാവത്തെയാണ് പ്രകടമാക്കുന്നത്. അതുപോലെ ഭഗവാൻ ആഭരണങ്ങളായി ധരിച്ചിരിക്കുന്ന സർപ്പങ്ങൾ എന്ന് പറയുന്നത് കാമക്രോധാദി ദോഷങ്ങളെ അടക്കി തന്റെ ഭൂഷണമാക്കി തീർത്തിരിക്കുന്നതിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. അതുപോലെ ജഡകൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കർമ്മങ്ങളുടെ പ്രത്യക്ഷമായ തെളിവുകളാണ്. പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാറില്ലേ, അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകളാണ് ഭഗവാന്റെ ജഡകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ശിവന്റെ നേത്രങ്ങൾ 3 വേദങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ശിവഭഗവാന്റെ നേത്രങ്ങൾ എന്ന് പറയുന്നത് ആ ത്രിനേത്രങ്ങളാണ്. അത് 3 വേദങ്ങളെയാണ് പറയുന്നത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നിവയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ കാരണ ശരീരമാണ് ത്രിപുരന്മാർ. അദ്ദേഹത്തിന്റെ 3-ാം കണ്ണ് പരമമായ ജ്ഞാനത്തിന്റെ പ്രതീകവുമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നിങ്ങനെ 5 ശക്തികളുടെ മൂർത്തീഭാവമാണ് പരമശിവൻ. ഒരു ക്രീഡ എന്ന നിലയിലാണ് അദ്ദേഹം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും. അപ്പോ ഭഗവാൻ തന്നെ ഭഗവാൻ ഒരു ക്രീഡ പോലെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത്, അത് നിലനിർത്തുന്നത്, അവസാനം അത് സംഹരിക്കുന്നത്. ശിവൻ തന്റെ ശിരസിലെ ജടയ്ക്കുള്ളിലാണ് ഗംഗയെ വഹിച്ചിരിക്കുന്നത്. അപ്പോൾ ശിവഭഗവാൻ തന്റെ ജടയ്ക്കുള്ളിലെ തന്റെ ശിരസിലെ ജടയുടെ അകത്താണ് ഗംഗാദേവിയെ വഹിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഭഗീരഥൻ എന്ന ഋഷിവര്യൻ തന്റെ അനേകം വർഷത്തെ ഘോര തപസ്സിന്റെ ശക്തിവിശേഷത്താൽ ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തി. എന്നാൽ ഗംഗാദേവിയുടെ ശക്തിയോടുള്ള പതനം ഭൂമിക്ക് സഹിക്കാൻ കഴിയാതെ വന്നിരുന്നതിനാൽ ഭഗീരഥൻ പരമശിവന്റെ അനുഗ്രഹത്തിനും സഹായത്തിനുമായി അദ്ദേഹത്തെ തപസ്സു ചെയ്തു. സംപ്രീതനായ ശിവൻ ഗംഗയെ തന്റെ ശിരസിൽ വഹിക്കുകയും ചെയ്തു. അങ്ങനെ എന്താണ്, ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ ഉണ്ടായിരുന്നു. ആ ഋഷിവര്യൻ തന്റെ അനേകം വർഷത്തെ ഘോര തപസ്സിന്റെ ശക്തിയാൽ ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ഗംഗാദേവി എന്ത് ചെയ്യുകയാണ്, ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ആ ഗംഗാദേവിയുടെ ജലപ്രവാഹത്തെ താങ്ങുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഭഗീരഥൻ പരമശിവനെ പ്രാർത്ഥിക്കുകയും പരമശിവനെ ധ്യാനിക്കുകയും അങ്ങനെ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പരമശിവൻ തൻ്റെ ജടയില്, തൻ്റെ ശിരസിലെ ജടയില് ഗംഗാദേവിക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്യുകയാണ്. 3 ലോകങ്ങളുടെയും പിതാവാണ് ശിവൻ. അപ്പൊ ഈ 3 ലോകങ്ങളുടെയും പിതാവാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ജീവജാലങ്ങളെ സംസാരമാകുന്ന ഘോര സർപ്പത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സംസാര സാഗരത്തിൽ വളരെയധികം നമുക്ക് പ്രശ്നങ്ങളും വളരെ മായയിൽ അകപ്പെട്ടും നമ്മൾ വളരെ തരത്തിലുള്ള ജീവജാലങ്ങൾ വളരെ തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ ഘോര സർപ്പത്തിൽ നിന്ന്, അങ്ങനെയുള്ള സംസാരമാകുന്ന ആ ഘോര സർപ്പത്തിൽ നിന്ന് നമ്മെ എല്ലാം രക്ഷിക്കുന്നത് ശിവഭഗവാനാണ്. ഭഗവാൻ ശിവന്റെ വാഹനം നന്ദി എന്ന് വിളിക്കുന്ന കാളയാണ്. ഭഗവാൻ ശിവന്റെ വാഹനം എന്ന് പറയുന്നത് നന്ദി എന്ന് വിളിക്കുന്ന കാളയാണ്. മനുഷ്യത്തലകൾ കോർത്തിണക്കിയ മാലയാണ് ശിവൻ ധരിച്ചിരിക്കുന്നത്. ഉടുക്കാൻ പുലിത്തോലും ഉത്തരീയമായി ഗജാസുരനെ സംഹരിച്ചിട്ട് അയാളിൽ നിന്നെടുത്ത ആനത്തോലും ഉപയോഗിക്കുന്നു. രുദ്രന് 2 കൈകളാണുള്ളത്. എന്നാൽ ചിലപ്പോൾ 8ഉം 10ഉം കൈകൾ ഉള്ളതായി വർണ്ണിക്കാറുണ്ട്. പൂണുനൂലായി ശേഷനാഗത്തെയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. വലത്തെ കൈയിൽ തക്ഷകനെ വളയായി ധരിക്കുന്ന ശിവന്റെ ഗദയുടെ നാമധേയം ഖഡ്വാംഗം എന്നാണ്. വിഷ്ണു ഭഗവാന്റെ ആയുസിന്റെ ഇരട്ടിയാണ് പരമശിവന്റെ ആയുസ് എന്നാണ് വിശ്വാസം. 1000 ചതുരംഗം ബ്രഹ്മാവിന്റെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു ബ്രഹ്മാവിന്റെ ജീവിത കാലയളവിൽ 14 ഇന്ദ്രന്മാർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ആചാര്യമതം.
ഇത്തരത്തിലുള്ള 2 ബ്രഹ്മാവിന്റെ ആയുസ് ചേർന്നതാണ് വിഷ്ണുവിന്റെ ഒരായുഷ്കാലം. എന്നാൽ ശിവന്റെ ആയുസ് വിഷ്ണുവിന്റെ ആയുസിന്റെ ഇരട്ടിയാണ്. മഹേശ്വരന്റെ ആയുസ് അവസാനിക്കുമ്പോൾ രുദ്രൻ പരാശക്തിയിൽ വിലയം കൊള്ളും. ലോകാവസാനത്തിനു ശേഷം പുനഃസൃഷ്ടിക്കുള്ള കാലം സമാഗതമാകുമ്പോൾ ഭഗവാൻ ശിവൻ പുനരവതരണം കൈക്കൊള്ളുന്നു. അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അധ്യായം 2, രുദ്രന്റെ അവതാരം. അപ്പൊ ശിവഭഗവാനിൽ നിന്നും ഉത്ഭവിച്ച ആ രുദ്രന്റെ അവതാരത്തെ കുറിച്ചാണ് 2ാം ഭാഗത്തിൽ പറയുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുന്നത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ്. നഗ്നദൃഷ്ടികൾക്ക് ഗോചരീഭവിക്കുന്നതെല്ലാം ഗുണങ്ങളുടെ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ബ്രഹ്മം അനശ്വരമായതിനാൽ അത് ഗുണാതീതമാണ്. നിർഗുണമായ ഒരവസ്ഥയാണ് അവയ്ക്കുള്ളത്. നിർഗുണ ബ്രഹ്മത്തിന് അകർമ്മ ബന്ധങ്ങളില്ലാത്തതിനാൽ അവയുടെ സ്വഭാവം ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാൻ പരിമിതമായ മനുഷ്യ മസ്തിഷ്കത്തിന് സാധ്യമേ അല്ല. മനുഷ്യന്റെ എല്ലാവിധ ബോധധാരകൾക്കും അപ്പുറമുള്ള വിശേഷ ജ്ഞാനമാണ് ബ്രഹ്മം എന്നത്. അനിഷേധ്യ മായ ഒരു സത്യസങ്കല്പമായതിനാൽ അത് അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സാധാരണക്കാർക്ക് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ അത്രയും വലിയ യോഗിവര്യന്മാർക്കൊക്കെയാണ് അങ്ങനെ ആ ഒരു ആ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ മായ എന്നത് ഒരു സത്യസങ്കല്പമായതിനാൽ തന്നെ അത് സ്വന്തം അനുഭവത്തിലൂടെ മാത്രമേ ചിലർക്കത് തിരിച്ചറിയാൻ, ആ മായയെ പോലും തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ത്രിഗുണങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ 3 തലങ്ങൾ ഉണ്ടെന്നും നാം അറിഞ്ഞിരിക്കണം. സാത്വിക ഗുണം ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. രജോ ഗുണം ക്രിയാശക്തിക്ക് വേണ്ട പ്രലോഭനം നൽകുന്നു. എന്നാൽ തമോ ഗുണം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തക്ക പ്രേരണ നൽകുന്നു. അപ്പൊ ത്രിഗുണങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 തലങ്ങൾ ഉണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. സാത്വിക ഗുണം എന്ന് പറയുന്നത് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. സാത്വിക ഗുണം എന്താണ്? ജ്ഞാനത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. രജോ ഗുണം ക്രിയാശക്തിക്ക് വേണ്ട പ്രലോഭനം നൽകുന്നു. രജോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിയാശക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രലോഭനം നൽകുന്നതാണ് രജോ ഗുണം എന്ന് പറയുന്നത്. ഇനി തമോ ഗുണം എന്ന് പറയുന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ തക്ക പ്രേരണ നൽകുന്നത്. നമുക്ക് എന്തെങ്കിലും സമ്പത്ത് നേടണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നിറവേറ്റാനാണെങ്കിൽ തമോ ഗുണമാണ് അതിന് സഹായിക്കുന്നത്. തമോ ഗുണത്തിൽ അധിഷ്ഠിതമായ അർദ്ധശക്തി അഥവാ സമ്പത്ത് വർധനയിൽ നിന്നാണ് പഞ്ചതന്മാത്രകൾ ഉണ്ടാകുന്നത്. പ്രസ്തുത തന്മാത്രകളും സൂക്ഷ്മ തത്വങ്ങളും വിലയം കൊള്ളുമ്പോൾ ത്രിഗുണങ്ങളുടെ സംയോജനം സംഭവിക്കുന്നു. പരമസ്വാത്വികനായിരുന്ന ഒരു വ്യക്തിയിൽ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും അംശം തീർച്ചയായും ഉണ്ടായിരിക്കും. അപ്പം പരമസാത്വികനായിരിക്കുന്ന ഒരു വ്യക്തിയിൽ പോലും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും അംശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ മുന്തിയ സാത്വിക ഗുണത്തിന്റെ പ്രഭാവത്തിൽ രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയിരിക്കും. മുന്തിയ സാത്വിക ഗുണത്തിന്റെ പ്രഭാവത്തിൽ പോലും രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയിരിക്കും എന്നാണ് പറയുന്നത്. പഞ്ചഭൂതത്തിന്റെ സ്വഭാവമാണ് അഹം അഥവാ അഹങ്കാരം എന്ന തമോ ഗുണഭാവം. അഹം ചൈതന്യമായി വിരാജിക്കുകയും പിന്നെ നിലനിൽപ്പിന്റെയും ചലനത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം അഹങ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? തമോ ഗുണഭാവമാണ്. ആ അഹം എന്ന് പറയുന്നത് ചൈതന്യമായി വിരാജിക്കുകയും പിന്നെ നിലനിൽപ്പിനെയും ചലനത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ അഹം തന്നെയാണ് നമ്മുടെ നിലനിൽപ്പിന്റെയും അതുപോലെ ചലനത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. രുദ്രന്റെ അവതാരത്തെക്കുറിച്ച് അനേകം കഥകളുണ്ട്. മഹേശ്വരൻ തമോ ഗുണപ്രധാനനാണ്. യുഗത്തിന്റെ പ്രാരംഭ ദശയിൽ ഭഗവാൻ വിഷ്ണു യോഗമായയുടെ നിശ്ചയത്താൽ സുഷുപ്തിയിലായിരുന്നു. നിദ്ര വിട്ടെണീറ്റ ഭഗവാന്റെ നാഭിയിൽ നിന്നും തമോ ഗുണപ്രധാനനായ ബ്രഹ്മാവ് ഉത്ഭവിച്ചു. ബ്രഹ്മാവിന്റെ നിശ്ചയപ്രകാരം അദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും തമോ ഗുണശക്തി മൂർത്തീകരിച്ച ഭാവത്തിൽ രുദ്രനും ജനിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ഉണ്ടാവുകയും ബ്രഹ്മാവിന്റെ നിശ്ചയപ്രകാരം അദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് തമോ ഗുണശക്തി മൂർത്തീകരിച്ചിട്ടുള്ള ഭാവത്തില് രുദ്രൻ ജനിക്കുന്നത്. അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും കഠിന തപസ് ചെയ്തു. അതിന്റെ ഫലമായി രജോ ഗുണം കൈവരിക്കുകയും ചെയ്തു. പിന്നെ ബ്രഹ്മാവ് കുരുനവീന രക്തവർണ്ണ ലോകത്തെ സൃഷ്ടിക്കുകയും അവയെ കൽപ്പാന്തകാലത്തിൽ രുദ്രൻ സംഹരിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും വിശ്വസനീയവും യുക്തിസഹജവുമായിട്ടുള്ള കഥ.
അതിനുശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്യണം? കുരുനവീന രക്തവർണ്ണമായിട്ടുള്ള ഒരു ലോകത്തെ സൃഷ്ടിക്കുകയാണ്. ആ ലോകം എന്ന് പറയുന്നത് അവിടെ പലതരത്തിലുള്ള ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ രുദ്രൻ എന്ത് ചെയ്യണം? ആ ലോകത്തെ ഇല്ലാതെയാക്കുകയാണെന്നാണ് പറയുന്നത്. ആദ്യമേ ബ്രഹ്മാവ് അങ്ങനെയുള്ള ഒരു ലോകമായിരുന്നു ഇവിടെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ലോകത്തെ രുദ്രൻ ഇല്ലാതാക്കുകയാണ്. കാരണം അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ലോകമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആ ലോകത്തെ രുദ്രൻ ഇല്ലാതാക്കിയത്. അതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഏറ്റവും വിശ്വസനീയവും യുക്തിസഹജവുമായ കഥ. 10 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൂടി ഏകാദശ രുദ്രന്മാർ എന്ന് വിളിക്കാറുണ്ട്. ജീർണിച്ച പഞ്ചരമാകുന്ന ശരീരം വിട്ട് ജീവൻ പുറത്തേക്ക് പോകുമ്പോൾ ജീവൻ കുടികൊള്ളുന്ന ശരീരമുള്ളവർ കരയുന്നതിനാൽ രുദ്രൻ എന്ന പേര് സാധിച്ചതായി നാരായണ ഭവിഷ്യത്തിൽ വിവരിച്ചു കാണുന്നു. അതായത് ജീർണിച്ച പഞ്ചരകമാകുന്ന ആ ശരീരത്തെ വിട്ടിട്ടാണ് നാം എല്ലാം പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് കരയുന്നതിനാലാണ് രുദ്രൻ എന്നുള്ള ആ പേര് സിദ്ധിച്ചതെന്നാണ് നാരായണ ഭവിഷ്യത്തിൽ വിവരിച്ച് കാണുന്നത്. ശിവൻ നിത്യമുക്തനാണ്. ശിവൻ എന്ന് പറയുന്നത് നിത്യമുക്തനാണ്. വെട്ടം വരുന്നില്ല അല്ലേ? എനിക്ക് മനസ്സിലായി. ശിവൻ എന്ന് പറയുന്നത് നിത്യമുക്തനാണ്. ശിവൻ എന്താണ്? നിത്യമുക്തനാണ്. ശാശ്വതമായ ധർമ്മവ്യവസ്ഥ പാലിക്കുന്നതിനാലും നിർമ്മലത്വം, നിരതിശയത്വം, അന്തർജ്ഞാനേന്ദ്രിയം, വാചാമ ഗോചരമായ വിശേഷ ശക്തി തുടങ്ങിയവ ശിവഭഗവാനിൽ സദാ പ്രകടമാണ്. ഇക്കാരണത്താലാണ് ശിവൻ നിത്യമുക്തനാകുന്നത്. 5 മന്ത്രങ്ങളുടെ ആന്തരീകരണം ഉൾക്കൊള്ളുന്ന ദാർശനികതയാണ് ശിവന്റെ ശരീരം. ഈശാന മന്ത്രം ശിരസും, തൽപുരുഷ മന്ത്രം മുഖവും, അഘോര മന്ത്രം ഹൃദയവും, വാമദേവ മന്ത്രം ഗുഹ്യവും, തദ്യോജ മന്ത്രം പാദവുമാണ്. ലയാവസ്ഥയെയും ഭോഗാവസ്ഥയെയും 2 അവസ്ഥകളാണ് ഭഗവാനുള്ളത്. ലയാവസ്ഥയെന്നും ഭോഗാവസ്ഥയെന്നുമുള്ള 2 അവസ്ഥകളാണ് ഭഗവാനുള്ളത്. ശക്തി സ്വരൂപിണിയായ ദേവി തന്റെ വ്യാപാരങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഭഗവാനിൽ ലയിക്കുന്ന അവസ്ഥയെയാണ് ലയനാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി തന്റെ വ്യാപാരങ്ങളെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ഭഗവാനിൽ ലയിക്കുന്ന ആ അവസ്ഥയാണ് ലയാവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ ഭഗവാൻ അപാര ശക്തിമാനായി തീരുന്നു. ഈ അവസരത്തിലാണ് ഭഗവാൻ അപാര ശക്തിമാനായിട്ട് തീരുന്നത്. ശക്തി അന്തർമുഖമായും ബഹിർമുഖമായും വികസിച്ച് പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ നിഷ്ക്രിയനായ ഭഗവാനിൽ തത്വജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും പ്രേരണ ചെലുത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഭോഗാവസ്ഥ. അതായത് ശക്തി അന്തർമുഖമായും ബഹിർമുഖമായും വികസിച്ചിട്ട് പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ നിഷ്ക്രിയനായ ഭഗവാനിൽ ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും പ്രേരണ ചെലുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഭോഗാവസ്ഥ എന്ന് പറയുന്നത്. മാനവകുലത്തിനും മറ്റ് ജീവികൾക്കും മോചനത്തിന്റെ ദിവ്യവും പരിമളവുമായ സന്ദേശകാവ്യം തന്റെ ഉടുക്കിലൂടെ പ്രസരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവൻ കൈലാസത്തിൽ വസിക്കുന്നു. പ്രകൃതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന എല്ലാ ജീവികളുടെയും സൂക്ഷ്മരൂപവും ശിവൻ വഹിക്കുന്നു. മായാബന്ധമായ പ്രകൃതിയെയും അതിന് വിധേയരായി കഴിയുന്ന ജീവികളെയും വിസ്മയഭരിതമാക്കും വിധത്തിൽ താണ്ഡവമാടുന്ന നടരാജമൂർത്തിയാണ് അദ്ദേഹം. ഇന്ദ്രിയപരമായ ബാഹ്യസുഖങ്ങളും ഇന്ദ്രിയാതീതമായ ആന്തരികാനന്ദവും പ്രദാനം ചെയ്യുന്ന ശക്തിവിശേഷ അവതാരമാണ് രുദ്രൻ. അപ്പം മാനവകുലത്തിലുള്ള മറ്റ് ജീവികളുടെ എല്ലാം മോചനത്തിനും അതായത് മോക്ഷത്തിനും ദിവ്യവും പരിമളവുമായ സന്ദേശകാവ്യം തന്റെ ഉടുക്കിലൂടെ, തന്റെ ആ ഉടുക്ക് കയ്യിലിരിക്കുന്ന ആ ഉടുക്കിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവൻ സദാ കൈലാസത്തിൽ വസിക്കുകയാണ്. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കഴിയുന്ന എല്ലാ ജീവികളുടെയും സൂക്ഷ്മരൂപവും ശിവൻ വഹിക്കുന്നു. എല്ലാ ജീവികളുടെയും ആ സൂക്ഷ്മരൂപവും ഭഗവാൻ വഹിക്കുന്നു. മായാബന്ധമായ പ്രകൃതിയെയും അതിന് വിധേയരായി കഴിയുന്ന ജീവികളെയും വിസ്മയഭരിതമാക്കുകയും ആ വിധത്തിൽ താണ്ഡവമാടുന്ന നടരാജമൂർത്തിയാണ്. അങ്ങനെ ഈ ജീവികൾക്കെല്ലാം ആനന്ദം നൽകാൻ വേണ്ടിയിട്ട് നടനമാടുന്ന നടരാജമൂർത്തിയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്.
ഇന്ദ്രിയപരമായ ബാഹ്യസുഖങ്ങളും ഇന്ദ്രിയാതീതമായ ആന്തരിക ആനന്ദവും പ്രദാനം ചെയ്യുന്ന ശക്തി വിശേഷമാണ് ശ്രീരുദ്രൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ദ്രിയപരമായിട്ടുള്ള ബാഹ്യ സുഖങ്ങളും ഇന്ദ്രിയാതീതമായിട്ടുള്ള ആന്തരിക ആനന്ദവും, മനസ്സിന്റെ ആ ആന്തരികമായിട്ടുള്ള ആനന്ദവും പ്രദാനം ചെയ്യുന്ന ശക്തി വിശേഷ അവതാരമാണ് ശ്രീരുദ്രൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അധ്യായം 3 വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും ഉൽപ്പത്തി. പരമാത്മാവ് വിരാട് പുരുഷനായി വർത്തിക്കുകയായിരുന്ന കാലത്ത് രൂപഭാവങ്ങളൊന്നും ദൃശ്യമായിരുന്നില്ല. പരബ്രഹ്മം സ്വനിശ്ചയത്താൽ സർവ ഐശ്വര്യങ്ങളോടു കൂടിയതും സർവജ്ഞാനിയും ശുദ്ധ സംസ്കാരത്തിന്റെ മണിദീപവുമായ വിഷ്ണുവിനെ സൃഷ്ടിച്ചു. അദ്വിതീയവും അനാദിയും അനന്തവും ചിന്മയവും സർവവ്യാപിയും അവിനാശിയുമായ ബ്രഹ്മമാണ് സദാശിവൻ. ഉത്തമ ലക്ഷണങ്ങളുടെ ആകാരം കൈക്കൊണ്ട ബ്രഹ്മം സദാശിവനായി മാറിയപ്പോൾ അദ്ദേഹം തന്റെ ശിരസിൽ ഗംഗയെ ധരിക്കുകയും തിരുനെറ്റിയിൽ ചന്ദ്രകലയെ സ്ഥാപിച്ച് ശോഭ പരത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഹൃദയക്ഷേത്രം സദാ പ്രസന്നവും സുരഭിലവുമായിരുന്നു. കർപ്പൂരകാന്തിയെ വെല്ലുന്ന നിറത്തോടു കൂടിയ ആ കാലസ്വരൂപിയായ ബ്രഹ്മം അഥവാ സദാശിവൻ ശരീരം മുഴുവൻ ഭസ്മത്താൽ ലേപനം ചെയ്തിരുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു നാൾ സദാശിവൻ ശക്തിയുടെ സഹായത്താൽ ശിവലോകം എന്നു പേരായ ഒരു സ്ഥലം നിർമ്മിച്ചു. അങ്ങനെ ഭഗവാൻ ശക്തി ദേവിയുടെ ആ പ്രേരണയാല്, ആ സഹായത്താല് ശിവലോകം എന്ന് പറയുന്ന ഒരു ലോകം സൃഷ്ടിക്കുകയാണ്. അസാധാരണവും അത്യാകർഷണവും മോക്ഷപ്രധാനവുമായ ഒരു സവിശേഷ കേന്ദ്രമായിരുന്നു ശിവലോകം. ശിവലോകം എന്ന് പറയുന്നത് അസാധാരണവും അത്യാകർഷണവും അതുപോലെ തന്നെ മോക്ഷപ്രദ കാരണവുമായിട്ടുള്ള ഒരു സവിശേഷ കേന്ദ്രമായിരുന്നു ശിവലോകം. പരമമായ ബ്രഹ്മതത്വങ്ങളുടെയും പുണ്യസംവർദ്ധകങ്ങളായ മന്ത്രങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായ ആ ശിവലോകമാണ് പിൽക്കാലത്ത് കാശി എന്ന പേരിൽ പ്രസിദ്ധമായത്. അപ്പം പരമമായിട്ടുള്ള ബ്രഹ്മതത്വങ്ങളുടെയും പുണ്യസംവർദ്ധകങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായ ആ ശിവലോകമായിരുന്നു പിൽക്കാലത്ത് കാശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. സദാശിവനും പരാശക്തിയും ഭാര്യാഭർത്തൃ രൂപത്തിൽ അവിടെ ആനന്ദപൂർവ്വം ലീലകൾ ആടി വന്നു. അങ്ങനെ പരാശക്തിയും ശിവഭഗവാനും എങ്ങനെയാണ് ഭാര്യാഭർത്തൃ രൂപത്തിലാണ് അവിടെ ആനന്ദലീലകൾ ആടി വരുന്നത്. ആധ്യാത്മികമായ പരമാനന്ദത്തിന് കാരണമായ ആ സ്ഥലത്തിന് ഭഗവാൻ ആനന്ദവനം എന്ന് പേരിട്ടു. പരമാനന്ദത്തിന്റെ മൂർത്തിഭാവമായ പരമാനന്ദത്തിന് കാരണമായ ആ സ്ഥലത്തിന് ഭഗവാൻ ആനന്ദവനം എന്നുള്ള ഒരു പേരും കൂടി ഇടുകയാണ്. പിന്നീടുണ്ടായ പ്രളയകാലത്ത് പോലും മഹേശ്വരൻ തന്റെ സാന്നിധ്യത്തിൽ നിന്നും ആ സ്ഥലത്തെ അകറ്റുവാൻ ഉദ്യമിച്ചിരുന്നില്ല. പിന്നീട് പ്രളയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പോലും ആ സ്ഥലത്തിന് ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ സദാശിവനും പരാശക്തിയും ദമ്പതികളെ പോലെ ആനന്ദവനത്തിൽ അമൃതസുഖം ആസ്വദിച്ചു നടക്കുമ്പോൾ അവരുടെ അകതാരിൽ ഒരാഗ്രഹം തളിരിട്ടു. അധികം വൈകാതെ അത് നിശ്ചയമായി മാറുകയും ചെയ്തു. സൃഷ്ടികർമ്മ പരിപാലനത്തിന് മറ്റൊരാളെ കൂടി സൃഷ്ടിച്ചാൽ ആ വ്യക്തിയിലൂടെ സൃഷ്ടികർമ്മം സമ്പുഷ്ടമാക്കാം എന്നുള്ളതായിരുന്നു നിശ്ചയം. അങ്ങനെ അവര് കാശിയില് എവിടെയായിരുന്നു ആനന്ദവനത്തില് വളരെയധികം സന്തോഷമായിട്ട് കഴിയുന്ന സമയത്ത് അവർക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടാവുകയാണ്, മനസ്സിലൊരു ചിന്ത വരികയാണ്. ഒരാളെ കൂടെ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തെ ഒന്നുകൂടി നല്ലതുപോലെ പരിപാലിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ജോലി ഒന്ന് കുറഞ്ഞു കിട്ടും എന്ന് വിചാരിക്കുകയാണ്. തങ്ങളുടെ ഇച്ഛയ്ക്ക് വിധേയനായി നിന്നുകൊണ്ട് ആ വ്യക്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തിക്കൊള്ളുമെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ തങ്ങളുടെ ഇച്ഛയ്ക്ക് വിധേയനായി നിന്നുകൊണ്ട് ആ വ്യക്തി സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്തു കൊള്ളും എന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശക്തിയോടുകൂടി സദാശിവൻ തന്റെ വാമഭാഗത്ത് അമൃത പുരട്ടുകയും അതിന്റെ ഫലമായി ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരനായ വിഷ്ണുവിനെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ ശക്തിയോടുകൂടി സദാശിവൻ തന്റെ വാമഭാഗത്ത് അമൃത് പുരട്ടുകയും അങ്ങനെ അതിന്റെ ഫലമായിട്ട് ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും അതിസുന്ദരനായിട്ടുള്ള വിഷ്ണുവിനെ സൃഷ്ടിക്കുകയും ചെയ്തു. സത്വഗുണത്തിന്റെ ജ്യോതിസായി പ്രജ്വലിച്ചു നിന്ന അദ്ദേഹം അളവറ്റ ഗാംഭീര്യത്തിന്റെയും ക്ഷമയുടെയും മൂർത്തീഭാവമായിരുന്നു. അപ്പം സത്വഗുണം
അതാണ് പറയുന്നത്. വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞാൽ സത്വഗുണമാണ്. അങ്ങനെ സത്വഗുണത്തിൽ അത്രയും സത്വഗുണ പ്രധാനിയായിട്ടുണ്ടായിരുന്ന പ്രജ്വലിച്ച് നിന്നിരുന്ന അദ്ദേഹം എന്ന് പറയുന്നത് അളവറ്റ ഗാംഭീര്യത്തിന്റെയും അതുപോലെ ക്ഷമയുടെയും മൂർത്തീഭാവമായിരുന്നു ആ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. അദ്ദേഹം പരബ്രഹ്മം ആകാരമെടുത്ത സദാശിവനെ നമസ്കരിച്ചിട്ട് നമ്രശിരസ്കനായി ചോദിച്ചു, കാരുണ്യത്തിന്റെയും സത്യധർമാദികളുടെയും സ്വാമിൻ, എനിക്ക് എന്ത് നാമമാണ് അങ്ങ് നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രഭോ? അവിടുത്തെ ഈ ശിഷ്യൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾ ശ്രവിച്ചു നിന്ന സദാശിവൻ സന്തുഷ്ടനായി തീർന്നു. ഗംഭീര സ്വരത്തിൽ അദ്ദേഹത്തിന്റെ തിരുനാവിൽ നിന്നും വാക്കുകൾ ബഹിർഗമിച്ചു. ഹേ വത്സ, നീ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതിനാൽ വിഷ്ണു എന്ന പേരിൽ അറിയപ്പെടും. ഭക്തന്മാർക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിൽ തൽപരനായതിനാൽ നിനക്ക് മറ്റനേകം പേരുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലായിടത്തും നീ ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് വിഷ്ണു എന്നുള്ള പേര് ഉണ്ടാവും. സകല ഭക്തന്മാരുടെയും ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്നത് കൊണ്ട്, അവർക്ക് സുഖം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് നിനക്ക് മറ്റനേകം പേരുകളും ഉണ്ടാവുന്നതായിരിക്കും. ആയതിനാൽ എല്ലാ ശ്രേഷ്ഠ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിനുള്ള അത്യുത്തമ മാർഗം തപസ്സാണ്. അതുകൊണ്ട് നീ കഠിനമായ തപസ്സിൽ ഏർപ്പെടുക. ഇത്രയും അരുൾ ചെയ്തതിനു ശേഷം ഭഗവാൻ ശിവൻ തന്റെ ശ്വാസമാർഗത്തിലൂടെ വിഷ്ണു ഭഗവാന് ദേവതത്വം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ദേവതത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭഗവാനെ വന്ദിച്ചതിനു ശേഷം ശ്രീഹരി തപസ് അനുഷ്ഠിക്കാൻ യാത്ര തിരിച്ചു. ശിവൻ ഭക്തിയോടുകൂടി അന്തർധാനം ചെയ്തു. അങ്ങനെ വിഷ്ണു ഭഗവാൻ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. ശിവഭഗവാൻ അന്തർധാനം ചെയ്യുകയാണ്. സുദീർഘമായ കാലം കടന്നുപോയി. കഠിന തപസ്സിന്റെ ഫലമായി വിഷ്ണു ഭഗവാൻ ക്ഷീണിതനായി ജലത്തിൽ ശയിച്ചു. അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നും സൂര്യശോഭയ്ക്ക് തുല്യമായ ഒരു താമരപ്പൂവ് ഉണ്ടായി. അങ്ങനെയാണ് വിഷ്ണുവിന് പത്മം നാഭിയിലുള്ളവൻ എന്ന അർത്ഥത്തിൽ പത്മനാഭൻ എന്ന നാമം വന്നു ചേർന്നത്. അങ്ങനെ അധികകാലം തപസ് ചെയ്തിരുന്ന വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു പത്മം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പത്മനാഭൻ എന്നുള്ള പേര് ആ വിഷ്ണു ഭഗവാന് ലഭിച്ചത്. അങ്ങനെയാണ് ഭഗവാൻ പത്മനാഭൻ എന്നുള്ള പേരില് അറിയപ്പെട്ടത്. ശിവഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ വിഷ്ണുവിന്റെ നാഭിയിലെ താമരയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ ശിവഭഗവാൻ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ആ വിഷ്ണു ഭഗവാന്റെ നാഭിയില് സ്ഥാപിക്കുകയാണ്, നാഭിയില് ഇരുത്തുകയും ചെയ്തു. ബ്രഹ്മദേവന് 4 മുഖങ്ങളും ചുവന്ന നിറവും ഉണ്ടായിരുന്നു. ശിവമായയ്ക്ക് വംശവദനായി തീർന്ന ബ്രഹ്മാവിന് വിജ്ഞാന ശക്തി കുറവായിരുന്നതിനാൽ താൻ ആര്, തന്നെ സൃഷ്ടിച്ചതാര്, തന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്, താൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തു വിഷമിച്ചു. എന്നാൽ അജ്ഞാതമായ ഏതോ ശക്തിയുടെ പ്രേരണ എന്ന വണ്ണം ബ്രഹ്മാവിന്റെ മസ്തിഷ്കത്തിൽ ഒരു ചിന്താമലർ അങ്കുരിച്ചു. താനിരിക്കുന്ന കമലപുഷ്പത്തിന്റെ തണ്ട് ജലത്തിനിടയിൽ അടിയിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുന്നതിനാൽ തന്നെ സൃഷ്ടിച്ച ദേവനും അവിടെ ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചുറച്ചു. അപ്രകാരം അദ്ദേഹം താമരത്തണ്ടിലൂടെ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ആയിരക്കണക്കിന് വർഷം അദ്ദേഹം ആ താമരയ്ക്ക് ചുറ്റും കറങ്ങി നടന്നു. മുകളിലോട്ട് പോയാൽ തന്റെ സൃഷ്ടികർത്താവിനെ നേരിൽ കാണാൻ കഴിയുമെന്ന ശുഭ്ര പ്രതീക്ഷയോടെ വിധാതാവായ പത്മനാളം വഴി മുകളിലോട്ട് കയറി. വളരെ വളരെ മുകളിലോട്ട് കയറിയിട്ടും മധ്യഭാഗം കടന്നു പോകാനാകാതെ നിരാശനായി അദ്ദേഹം വ്യാകുല ചിത്തത്തോടെ ഇരിക്കുമ്പോൾ നഭോമണ്ഡലത്തിൽ നിന്നും പൊടുന്നനെ ഒരു അശരീരി ഉണ്ടായി. തപസ്സു ചെയ്യുക. അശരീരി പ്രകാരം 12 വർഷം വിധാതാവ് ഘോര തപസ്സിൽ ഏർപ്പെട്ടു. അങ്ങനെ ഈ ബ്രഹ്മാവ് ഉണ്ടായപ്പോ ബ്രഹ്മാവിന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ മായയില് മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മാവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യുകയാണ്, ആ പത്മത്തിന്റെ തണ്ടിലൂടെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പോയി നോക്കുകയാണ്. പക്ഷെ എങ്ങും തന്റെ ആരാണ് സൃഷ്ടിച്ചതെന്നുള്ള അറിവ് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു അശരീരി ഉണ്ടാകുകയാണ്. തപസ് ചെയ്യുക എന്നുള്ളൊരു അശരീരി ഉണ്ടാവുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് ഘോര തപസ്സിൽ ഏർപ്പെടുകയാണ്. ബ്രഹ്മാവിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പത്മനാഭൻ പ്രത്യക്ഷപ്പെട്ടു. പാഞ്ചജന്യം, ശംഖ്, സുദർശന ചക്രം, ഗദം, പത്മം എന്നിവ ചതുർപാണികളിൽ യഥാക്രമം ധരിച്ചിരുന്നു. കാർമേക കാന്തി പ്രസരിക്കുന്ന അദ്ദേഹം മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന മഹേശ്വരൻ തന്റെ ശ്വസനഗതിയിലൂടെ വിഷ്ണുവിന് വേദോപദേശം നൽകി. പ്രസന്ന ചിത്തനായ മഹേശ്വരൻ ശ്രീഹരിയോട് അരുളി ചെയ്തു, അല്ലയോ ശ്രേഷ്ഠ ഗുണങ്ങൾ പരിലസിക്കുന്ന ദേവന്മാരെ, നിങ്ങൾ ഇരുവരുടെയും ഭക്തിയിലും നിഷ്കാമമായ പ്രാർത്ഥനയിലും ഞാൻ അതീവ സന്തുഷ്ടനാണ്.
അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്യുമ്പോൾ അവിടെ ശംഖുചക്ര ഗദാധര പത്മധാരിയായിട്ടുള്ള ആ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ദേവന്മാർ, നിങ്ങൾ എന്നെ ഈ സമയം കാണുന്ന രൂപത്തിൽ തന്നെ ഭാവിയിൽ പൂജിച്ചു കൊള്ളണം. അപ്പൊ ഈ സമയം നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണുന്നത് ആ രൂപത്തിൽ തന്നെ ഭാവിയിലും പൂജിച്ചു കൊള്ളണം എന്ന് പറയുകയാണ്. അതിലൂടെ പ്രപഞ്ച ഭരണത്തിന് വേണ്ട ശക്തിയും ബുദ്ധിയും നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ്. അതിലൂടെ പ്രപഞ്ച ഭരണത്തിനുള്ള ശക്തിയും ബുദ്ധിയും നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിക്കുന്നതാണ്. എന്റെ അവയവങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് നിങ്ങൾ. ഭഗവാന്റെ അവയവങ്ങളിൽ നിന്നും ഉണ്ടായവരാണ് നിങ്ങൾ ദേവന്മാരെല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരുവർക്കും അത്യധികം ഭക്തിയും എന്റെ അംശമായിട്ടുള്ള ബ്രഹ്മജ്ഞാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അല്ലയോ ബ്രഹ്മദേവ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ലോക സൃഷ്ടി നടത്തുവാൻ വേണ്ടിയാണ്. എന്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് അങ്ങ് ഭംഗിയായി സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുക. അപ്പം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ ആജ്ഞ പ്രകാരം അങ്ങ് സൃഷ്ടികർമ്മം നിർവഹിച്ചു കൊള്ളാൻ പറയുകയാണ്. ഹേ വിഷ്ണുദേവ, അങ്ങ് ചരാചരങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്ന ഈ ലോകത്തെ സംരക്ഷിക്കുക. വിഷ്ണുദേവനോട് പറയാണ്, ഞാൻ ചരാചരങ്ങൾ കൊണ്ട് നിറയാനുള്ള ഈ ലോകത്തെ സംരക്ഷിക്കുന്ന ആ ചുമതലയാണ് വിഷ്ണു ഭഗവാൻ ഏറ്റെടുക്കുന്നത്. എന്റെ മായാവൈഭവത്താൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രകൃതിയിൽ യുഗങ്ങൾ കഴിയുമ്പോൾ മായയുടെ ശക്തി അധികരിക്കുകയും അതിന്റെ ദുഷ്പ്രേരണയാൽ പാപകർമ്മങ്ങളിൽപ്പെട്ട മാനവർ മോക്ഷത്തിന് അർഹതയില്ലാത്തവരായി തീരുകയും ചെയ്യും. പാപപുണ്യകർമ്മങ്ങൾ അനുസരിച്ചുള്ള ജന്മമായിരിക്കും ഭൂമിയിൽ ജീവികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവർ എന്നെ അറിയുകയും എന്റെ ലീലകൾ സ്തുതിക്കുകയും ഞാൻ രചിച്ച മാർഗങ്ങളുടെ ജീവിതചര്യ നടത്തുകയും വേണം. അപ്പോൾ ശിവഭഗവാൻ പറയുകയാണ്, ഈ ലോകത്തില് മായയുടെ ശക്തി അധികരിക്കുന്നതിനാൽ തന്നെ അതിന്റെ ദുഷ്പ്രേരണയാല് പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ട് മാനവർ മോക്ഷത്തിന് പോലും അർഹതയില്ലാത്തവരായി തീരും. അങ്ങനെ അവരുടെ പാപപുണ്യ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ജനിക്കുകയും മരിക്കുകയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യും. അങ്ങനെ മോക്ഷമാർഗമില്ലാതെ അവർ ഇങ്ങനെ അലയുന്ന സമയത്ത്, അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവര് എന്നെ അറിയുകയും, അപ്പം അത് കഴിഞ്ഞിട്ട് മോക്ഷം ആഗ്രഹിക്കുന്നവര് ശിവഭഗവാനെ അറിയുകയും എന്റെ ലീലകൾ സ്തുതിക്കുകയും ഞാൻ രചിച്ച മാർഗത്തിലൂടെ ജീവചര്യ നടത്തുകയും വേണം. അപ്പം ഭഗവാൻ പറയുന്ന മാർഗത്തിലൂടെ ജീവചര്യ നടത്തുകയും ചെയ്യും. അങ്ങനെ ഉത്തമമായ പൂജാവിധികളും മഹേശ്വരൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും ഉപദേശിച്ചു. അങ്ങനെ ഉത്തമമായിട്ടുള്ള പൂജാവിധികളും കർമ്മങ്ങളും എല്ലാം തന്നെ മഹേശ്വരൻ വിഷ്ണുവിനും ബ്രഹ്മാവിനും ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിന്നെ പരമശിവൻ മറഞ്ഞു. അന്ന് ഇത്രയും പറഞ്ഞിട്ട് പരമശിവൻ മറയുകയാണ്. അന്നു മുതൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മവും വിഷ്ണു പരിപാലന കർമ്മവും നിർവഹിച്ചു വന്നു. അന്നു മുതലാണ് വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവ് സൃഷ്ടികർമ്മവും അതുപോലെ വിഷ്ണു ഭഗവാൻ പരിപാലന കർമ്മവും നിർവഹിച്ചു വന്നത്. ഇനി നാലാമത്തതാണ് അധ്യായം 4, ഓംകാരത്തിന്റെ മഹത്വം. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓംകാരം അഥവാ പ്രണവമന്ത്രം പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭൂതമായതാണ്. മഹേശ്വരന്റെ അവയവങ്ങൾ ഓംകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ബീജവർണ്ണങ്ങളുടെ വ്യക്തമായ തെളിവുകളാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിദ്രവിട്ടെണീറ്റ് സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം ഓംകാരം ജപിക്കുന്ന ഏതൊരു വ്യക്തിയും ബ്രഹ്മജ്ഞാനത്തിന് അർഹനായി തീരും. നിരക്ഷരനായ ഒരു വ്യക്തി ആയിരുന്നാലും ഉത്തമനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സാത്വികോപദേശം സ്വീകരിച്ചിരിക്കുകയും അതിലൂടെ ജീവന്റെ രഹസ്യം അറിയാനും ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായ ശുദ്ധമായ വിജ്ഞാനാമൃതം അനുഭവിക്കാനും വേണ്ട സാധനയാണ് ഓംകാര ജപം. തത്വങ്ങളോ ദർശനങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ അറിയാത്ത അറിവിന്റെ കാര്യത്തിൽ ദരിദ്രനായ വ്യക്തിക്കും മോക്ഷപദം കണ്ടെത്താനുള്ള ഒരു ആധ്യാത്മികമായ അനുഷ്ഠാനക്രിയയാണ് ഓംകാരം. അപ്പൊ ഈ ഓംകാര മന്ത്രം എന്ന് പറയുന്നത് അത്രയ്ക്ക് ജ്ഞാനി അല്ലാത്തവർക്ക് പോലും ആർക്ക് വേണമെങ്കിലും മോക്ഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. സർവ്വദേവീദേവന്മാരും അവതാരം കൈക്കൊള്ളുന്നതിന് പ്രേരക ശക്തിയായി വർത്തിക്കുന്നത് കാരുണ്യസാഗരമായ മഹേശ്വരനാണ്. മഹേശ്വരൻ സാക്ഷാൽ പരബ്രഹ്മം സ്വനിശ്ചയത്താൽ ആകാരം സ്വീകരിച്ചതുമാണ്. സകല ബീജാക്ഷരങ്ങളുടെയും ആദി സ്വരൂപം ഓംകാരമാണ്. അപ്പൊ സകല ബീജാക്ഷരങ്ങളുടെയും ആദി സ്വരൂപം എന്ന് പറയുന്നതും ഓംകാരമാണ്. ഈ സങ്കല്പത്തിൽ നിന്നും ഉരുത്തിരിയുന്ന അലംഘനീയമായ വസ്തുത എന്തെന്നാൽ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഓംകാരമെന്നും ഇതിൽ നിന്നാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളതെന്നുമാണ്.
അപ്പോൾ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഓംകാരം. ഇതിൽ നിന്നും തന്നെയാണ് ആ ഭഗവാൻ ഉത്ഭവിച്ചിട്ടുള്ളത്, ഓമിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രണവ മന്ത്രവും ഓംകാരം തന്നെയാണ്. ഓംകാര ജപം നിത്യവും ഒരു അനുഷ്ഠാനമായി നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടരാഗങ്ങൾ കുടിയൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഓംകാര ജപം നിത്യമായിട്ട് നടത്തുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും, ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടരാഗങ്ങൾ എല്ലാം തന്നെ കുടിയൊഴിഞ്ഞു പോകുന്നതാണ്. അഷ്ടരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, മോഹം, ലോഭം, മദം, മാത്സര്യം, ഡംബ്, ഗർവ് തുടങ്ങിയവയെല്ലാം തന്നെ ഇല്ലാതാവുന്നതാണ്. അങ്ങനെ മാനസ ക്ഷേത്രത്തിൽ ഈശ്വര പ്രേമത്തിന്റെയും അദ്വൈത ചിന്തകളുടെയും അനശ്വര സങ്കല്പ മലർ സുഗന്ധം പരത്തുന്നു. അങ്ങനെ മാനസ ക്ഷേത്രത്തിൽ ഈശ്വര പ്രേമത്തിന്റെയും അദ്വൈത ചിന്തകളുടെയും അനശ്വര സങ്കല്പത്തിന്റെയും മലർ സുഗന്ധം പരത്തുന്നു. കൂടാതെ ചിത്തവൃത്തി നിരോധം കൈവരുകയും പൂർണ്ണ വിരക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തത്തില് വൃത്തി നിരോധം ചെയ്യുകയും അതുപോലെ തന്നെ ചിത്തവൃത്തി ഉണ്ടാവുകയും മനസ്സിന് അത്രയും പരിശുദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സ്വാത്വികാവസ്ഥ പ്രാപിക്കാൻ ഇടവന്നാലും ഓംകാര ജപം തുടർന്നുകൊണ്ടിരിക്കണം. ഈ സാത്വികാവസ്ഥ ഉണ്ടായാൽ കൂടിയും ഓംകാര ജപം ഓംകാരം തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു സാധകന് ലഭിക്കാൻ പോകുന്നത് അമൂല്യമായ വിശേഷ ഗുണങ്ങളാണ്. അവിരാമമായ ജപത്തിലൂടെ ഒരു ഭക്തന് തന്റെ ഷഡാധാരങ്ങളെ ഉണർത്താൻ കഴിയുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, മണിപൂരകം, ആജ്ഞ, വിശുദ്ധി എന്നിവ. അപ്പം തൻ്റെ ഒരു ഭക്തനെ ഈ ഒരു ഓംകാര ജപത്തിലൂടെ തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ഷഡാധാരങ്ങളെ ഉണർത്താൻ കഴിയുന്നു. ചിലർക്ക് വർഷങ്ങൾ കഴിയേണ്ട, അതിനു മുമ്പേ തന്നെ അത് സംഭവിക്കുന്നതാണ്. അങ്ങനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, മണിപൂരകം, ആജ്ഞ, വിശുദ്ധി എന്നിവ കൈവരുന്നു. അതാണ് ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഓംകാര നാമം പറയണമെന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഷഡാധാരങ്ങളെ നമുക്ക് ഉണർത്താൻ കഴിയുന്നത്. മൂലാധാരത്തിൽ നിദ്ര കൊള്ളുന്ന ശക്തി തന്നെയാണ് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന അഥവാ സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് ഉണർത്തുന്നത്. അപ്പം മൂലാധാരത്തിൽ നിദ്ര കൊള്ളുന്ന ശക്തി തന്നെയാണ്, ദേവി തന്നെയാണ് പരമമായ ആനന്ദം പ്രദാനം ചെയ്യുന്നതും അഥവാ സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തുന്നതും. ആ ശക്തി ഓംകാരമായി തീരുന്ന അവസ്ഥയാണ് സച്ചിദാനന്ദ അവസ്ഥ. ആ ശക്തി ഓംകാരമായിട്ട് തീരുന്ന അവസ്ഥയാണ് സച്ചിദാനന്ദ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓംകാരത്തെ ഉപാസിച്ചാൽ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാകും. അതുകൊണ്ട് തന്നെ ഓംകാരത്തെ ജ്ഞാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിന് അർഹനാവുന്നതാണ്. സകല ദുർവാസനകളും അകന്ന് സാക്ഷാൽ ബ്രഹ്മം തന്നെയായ പരമശിവന് സ്ഥിരവാസം ഉറപ്പിക്കാൻ തക്കവണ്ണം ഹൃദയക്ഷേത്രം നിർമ്മലമാക്കണം. അങ്ങനെയുള്ള ശാരീരികവും ആന്തരികവുമായ ശുദ്ധീകരണം ഉണ്ടായാൽ പരമശിവൻ മനസ്സോദ്യാനത്തിൽ സാന്നിധ്യം കൊള്ളും. മനുഷ്യരുടെയും പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഭാഷയും ശബ്ദവും ചലനവും എല്ലാം ഓംകാരം എന്ന ആദ്യ മന്ത്രത്തിന്റെ വകഭേദങ്ങളാണ്. ഈ വിശ്വാസം പരമമായ സത്യത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് ഓംകാര ജപത്തിലൂടെ ബ്രഹ്മജ്ഞാനിയായി തീരുന്ന ഒരാളിന് സകല ജീവികളുടെയും ഭാഷ അനായാസം ഗ്രഹിക്കാൻ കഴിയുന്നതും അവയോട് ആശയ സമ്പർക്കം പുലർത്താൻ കഴിയുന്നതും പരബ്രഹ്മം തന്നെയാണ് യഥാർത്ഥ ഗുരു. എന്നാൽ പരബ്രഹ്മമായ പരമശിവൻ തന്നെയാണ് ലോകഗുരുവായ ദക്ഷിണാമൂർത്തി. പരമശിവൻ ഭക്തിയോ ദൃഢവിശ്വാസമോ ഇല്ലാത്ത ഒരാളിന് ഗുരുത്വം എന്ന പുണ്യം ലഭ്യമാവുകയില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പുണ്യത്തിന്റെ അംശം നിലനിൽക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഫലവും അശുദ്ധം കലർന്നതായിരിക്കും. ബ്രഹ്മാവും വിഷ്ണുവും മഹേശനും ഗുരുസ്ഥാനീയരാണെന്ന മഹത്തമായ വിശ്വാസം ലോകജനങ്ങൾക്കിടയിൽ ഉറച്ചതും സദാശിവനായ പരബ്രഹ്മത്തിൽ നിന്നാണ് മേൽപ്പറഞ്ഞ ത്രിദേവന്മാർ അവതരിച്ചത് എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ഈ ഓംകാരം നമ്മൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ ശിവഭഗവാൻ ഇരിക്കുകയും അങ്ങനെ നമ്മുടെ ഹൃദയക്ഷേത്രം പരിശുദ്ധമാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്, ആ പരമശിവനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ ആ ഗുരുവിന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുന്ന ആ ഒരു മോക്ഷ പദവി അല്ലെങ്കിൽ ആ ഒരു ആനന്ദം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്.
27ാമത്തെ ഘോര. അപ്പം ഇതിനെയൊക്കെ ഈ പറയുന്ന ആ ഗുരുതത്വത്തെ നമ്മൾ നിരാകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ നിസാരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ നമ്മൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ 27ാമത്തെ ഘോര നരകമായ കുംഭീഭാഗത്തിൽ അകപ്പെടാൻ തക്കവണ്ണത്തിൽ മാരകങ്ങളായ പാപകർമ്മങ്ങൾ ജീവിതവ്രതമാക്കിയിട്ടുള്ള ചണ്ടാലന്മാർക്ക് പോലും മോക്ഷത്തിന്റെ അഥവാ പരമമായ ദിവ്യാമൃത തുല്യമായ ആനന്ദത്തിന്റെ ദേവലോകത്ത് എത്തിച്ചേരാൻ തക്ക അനന്ത ശക്തി വിശേഷം കുടികൊള്ളുന്ന ബ്രഹ്മം തന്നെയാണ് ഓംകാരം. അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാത്തവർക്ക് അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ അതിൽ പുണ്യത്തിന്റെ അംശം ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഓംകാര മന്ത്രം ജപിക്കുന്നതിലൂടെ എത്ര ക്രൂരത ചെയ്യുന്നവരായാലും, എത്ര ചണ്ടാളനായാലും, എത്ര തെറ്റായിട്ടുള്ള ക്രൂരത ചെയ്യുന്നവരാണെങ്കിലും ഈ ഓംകാര മന്ത്ര ജപത്തിലൂടെ അവർക്ക് ആനന്ദത്തിന്റെ ദേവലോകത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓംകാര ജപം ജീവിതത്തിൽ ഒരു അനുഷ്ഠാനമാക്കിയിട്ടുള്ളവർക്ക് ദേവന്മാർക്ക് ലഭിക്കുന്ന വിധത്തിലുള്ള അപൂർവ സിദ്ധികൾ ഉണ്ടാവും. ഓംകാരം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യ ആക്കിയിട്ടുള്ള വ്യക്തിക്ക് എന്ന് പറയുന്നത് ദേവന്മാർക്ക് ലഭിക്കുന്നത് പോലെയുള്ള അപൂർവ സിദ്ധികളൊക്കെ കൈവരും എന്നാണ് പറയുന്നത്. മാത്രമല്ല 33 ദേവഗണങ്ങളും ഇത്തരം ഭക്തരിൽ സംപ്രീതരാവുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും. അത് മാത്രമല്ല ഈ 33 ദേവീ ദേവന്മാരും ദേവഗണങ്ങളും തന്നെ ഇത്തരത്തിൽ ആ ഭക്തരിൽ സംപ്രീതരാവുകയും അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യും. പ്രകൃതീശ്വരി ഇത്തരം സാധകർക്ക് വിധേയരായിരിക്കും. പ്രണവമന്ത്രം തുടർച്ചയായി ജപിക്കുന്നവർ യോഗികളായി മാറുമെന്ന് മാത്രമല്ല, പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ നിശ്ചയത്തിനും തീരുമാനങ്ങൾക്കും വിധേയരായി വർത്തിക്കുകയും ചെയ്യും. ദുരിതപൂർണവും നരകീയവുമായ സംസാര സാഗരത്തിൽ നിന്നും മോക്ഷപദത്തിന്റെ ശിവലോകത്ത് എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം ഓംകാരം സാക്ഷാത്കരിക്കലാണ്. നിഷ്കാമമായ പ്രേമം അഥവാ സച്ചിദാനന്ദ വിദ്യ പീയൂഷം പോലെ അനുഭവിക്കാനും അങ്ങനെ മായാബന്ധമായ പ്രകൃതി ശക്തികളെ തന്റെ വരുതിയിൽ നിർത്തുവാനും ഒരു സാധകന് കഴിയുന്നു എന്നതാണ് അലംഘനീയമായ സത്യം. ഭൗതിക ജീവിതത്തിൽ പ്രാണികൾ പ്രകടിപ്പിക്കുന്ന സ്നേഹഭാവം ബ്രഹ്മതത്വത്തിൽ അധിഷ്ഠിതമല്ല. കാരണം ഇത് ഇന്ദ്രിയപരമായ ഊർജത്തിന്റെ ശക്തിയാൽ ജന്മമെടുക്കുന്ന ഒരു തരം ബാഹ്യഭാവം മാത്രമാണ്. ഓംകാര ജപത്തിലൂടെ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് തന്റെ ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ കടിഞ്ഞാണില്ലാതെ വകിളി പിടിച്ച് മദനോത്സവം കൊണ്ടാടി നടന്ന അശ്വങ്ങളെ പോലെയുള്ള ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം മറന്ന് അലക്ഷ്യമായ നശ്വര സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ വിഹരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ബ്രഹ്മതത്വമാകുന്ന സദാശിവ സങ്കല്പത്തിൽ തളച്ചിടുന്നതോടെ ഒരു യഥാർത്ഥ ഭക്തന് ദിവ്യാമൃതമാകുന്ന പരമാനന്ദം അനുഭവിക്കാൻ ഇടവരുന്നു. ഈ ധന്യമായ അവസ്ഥാവിശേഷം കൈവരുന്നതോടെ ഭക്തൻ ദിവ്യനായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഓംകാര മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ആ പരിശുദ്ധി കൈവരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പരിശുദ്ധി കൈവരുന്നത് മാത്രമല്ല, നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു സൃഷ്ടി കാരണമായിട്ടുള്ള ഏതൊരു സസ്യലതാദികളായാലും വൃക്ഷങ്ങളായാലും പോലും നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ആ പ്രകൃതി പോലും നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം, അങ്ങനെ ഭഗവാന്റെ സാധകരായിട്ടുള്ള ഒരുപാട് യോഗിവര്യന്മാരെയും ഗുരുക്കന്മാരെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് അല്ലെ. അപ്പൊ അവർക്കെല്ലാം അതിനുള്ള ആ ഒരു ഇതുണ്ട്, പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതിലൂടെ നമുക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നെല്ലാം മാറി ശരിയായ നേർവഴിയിലേക്ക് വന്നിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു നേരായിട്ടുള്ള ആ ഒരു മാർഗം കിട്ടുന്നതായിരിക്കും. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. അപ്പം ഇത് ശിവപുരാണം. നമുക്ക് സർവം ശ്രീ മഹാദേവായ അർപ്പണമസ്തു. അപ്പം ഭഗവാന്റെ പാദങ്ങളിലെ ശിവപുരാണത്തിന്റെ ഇത് ഇന്നത്തെ നമുക്ക് സമർപ്പിക്കാം. ഓം നമഃ ശിവായ. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. പിച്ചേഷ്, ബാലകൃഷ്ണൻ, ആകാശ് ഗംഗാസ്, അജിത് തമ്മൻ, ജിജോ ജോയ്, ഹരിത, മിസ്റ്റർ പെർഫെക്റ്റ്, ജോജോ, വിനു, രേഖ, ഷാനി, ലുക്മാൻ, വർഷദ്, സൽമാൻ, സൈഫ്, മംഗല, റിഞ്ചു, വിജേഷ് എംആർയു, ധനേഷ് ധനു, ജസ്ലീഷ്, റോക്സ്, അമ്പാടി,
ആരോ പറഞ്ഞു കേട്ടോ, അമ്പാടി. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ഇത്രയും പേരാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല, കാരണം ചിലപ്പോ മിക്ക ദിവസങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ കരുതി ചിലപ്പോ 2 ദിവസം ഇടവിട്ടിട്ട് എടുക്കാന്നാണ്. പിന്നെ വേറെ കുറച്ച് തിരക്ക് കാര്യങ്ങളുണ്ട്, വേറെ ഒരു ഇതായിട്ട് നിൽക്കുകയാണിപ്പോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പം ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത ഭാഗം പറയുന്നതായിരിക്കും, പാരായണം ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഈ ലൈറ്റിന്റെ ഒരു ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ ലൈവില് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. എന്നാലും എൻ്റെതായ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഹരഹര മഹാദേവ. അപ്പൊ എല്ലാവർക്കും ഈ നമ്മുടെ പ്രപഞ്ചത്തിനും എല്ലാം നല്ലതുണ്ടാവട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ശിവഭഗവാനോട് കൂടി ആ ഒരിത് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തില്. അപ്പോൾ ആ ശിവനും ശക്തിയും ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തില് സൃഷ്ടി സ്ഥിതി എല്ലാം സംഹാരം ആയാലും നടക്കുന്നത്. അപ്പം ആ ഒരു പവറാണ്, അതായത് ശിവനിലേക്ക് ലയിക്കുന്ന ആ ശക്തി, ആ ശിവശക്തി സംഗമത്തിലൂടെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ നിലനിന്ന് പോകുന്നെന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഉമാമഹേശ്വരന്മാരെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. ഓം ഉമാമഹേശ്വരായ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് വരാൻ പോണ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ്. അപ്പോൾ ജന്മാഷ്ടമി എല്ലാവരും ആഘോഷിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ജന്മാഷ്ടമി ദിവസം ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോവുക, എല്ലാവരും നല്ല രീതിയിൽ പോവുക, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലവർക്കെല്ലാം നന്മയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലവരാകാത്തവർ ഇനി നന്മയിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കൊക്കെ എത്രയൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ടോ അതെല്ലാം പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ഹരേ കൃഷ്ണ നാമവും പറയുക. അതാണ് നമുക്ക് കലികാലത്തിൽ ഹരേ കൃഷ്ണ നാമം തീർച്ചയായിട്ടും പറയണം. അതുപോലെ ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ മറ്റു മന്ത്രങ്ങളും എല്ലാം പറയുക. ഹര ഹര മഹാദേവ.